Evaluation of improper integrals with sines and cosines. Third type ആണ് integration using residue theorem. കഴിഞ്ഞ സെക്കൻഡ് ടൈപ്പിൽ നമ്മൾ ഇവാലുവേഷൻ ഓഫ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ആണ് പഠിച്ചത്. അതായത് ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ഫോമിൽ. ഇവിടെ ഇൻ്റഗ്രൽസ് ഇൻവോൾവിങ് സൈൻ ഫങ്ഷൻ ആൻഡ് കോസ് ഫങ്ഷൻ. ദാറ്റ് ഈസ് ഇഫ് വി കൺസിഡർ an integral of the form integral minus infinity to infinity f of x sin ax dx or integral minus infinity to infinity f of x cos ax dx, where a is a positive constant. A ഒരു പോസിറ്റീവ് നമ്പറാണ്. ഇവിടെ ഇങ്ങനെയുള്ള ഫോം വന്നാൽ, അതായത് ഇൻ്റഗ്രൽ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, പിന്നെ സൈൻ എ എക്സ് കോസ് എ എക്സ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, ഒരു റിയൽ നമ്പർ 2, 3, 2/3 അങ്ങനെ ഏത് നമ്പർ വേണേലും ആവാം. പോസിറ്റീവ് നമ്പർ ആയാൽ മതി, പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതിൽ നമുക്കറിയാം ഇ റൈസ് ടു ഐ എ എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു e raised to I theta means cos theta plus I sin theta. So this is cos ax plus I sin ax എന്ന് എഴുതാം. cos ax plus I sin ax. So cos ax എന്ന് പറയുന്നത് cos ax equal to real part of e raised to I ax. അതുപോലെ sin ax എന്ന് പറയുന്നത് imaginary part of e raised to I ax ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഇൻ്റഗ്രലിനെ അങ്ങനെ മാറ്റി എഴുതാം. അതായത് കോസ് സൈൻ എ എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ എ എക്സ് ആണ്. അതുപോലെ കോസ് എ എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ എ എക്സ് ആണ്. സോ നമുക്ക് ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ലിമിറ്റ് മാറ്റിയിട്ട് ആറ് കൊടുത്താൽ ദാറ്റ് ഈസ് മൈനസ് ആർ ടു ആർ എഫ് ഓഫ് എക്സ് cos ax dx plus integral minus r to r plus I ഇൻറ്റു കൊടുക്കുക. I e raised to ix ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. f of x sin ax dx equal to integral minus r to r f of x e raised to iax dx എന്ന് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് എൽ എച്ച് എസ് കിട്ടും. നൗ ഇനി വേർ ആർ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്, ഈ ക്യാപിറ്റൽ ആർ ടെൻസ് ടു ഇൻഫിനിറ്റി. ദെർഫോർ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ അപ്ലൈ ചെയ്യുക. പി വി ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് എ എക്സ് ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു പി വി ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ എ എക്സ് ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിലും പി വി ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു ഐ എ എക്സ് ഡി എക്സ് എങ്ങനെ കിട്ടും? സോ പി വി ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് എ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ഇതിൻ്റെ പി വി ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു ഐ എക്സിൻ്റെ റിയൽ പാർട്ടാണെന്ന് എടുക്കുക. അതേപോലെ പി വി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ എ എക്സ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു ഐ എ എക്സിൻ്റെ ഇമാജിനറി പാർട്ടുമായിട്ട് നമുക്കെടുക്കാം. സോ നമുക്ക് ഇങ്ങനെ കിട്ടും ഇക്വേഷൻ. ദാറ്റ് ഈസ് principal value of integral minus infinity to infinity f of x cos ax dx equal to real part of principal value of integral minus infinity to infinity f of x e raised to I ax dx. Also principal value of integral minus infinity to infinity f of x sin ax dx equal to imaginary part of principal value of integral minus infinity to infinity എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു ഐ എക്സ് ഡി എക്സ്. ഇവിടെ ഇ റൈസ് ടു ഐ എക്സ് അതിൻ്റെ കൂടെ വരുന്ന എ എന്ന് പറയുന്നത് ഇവിടെ കോസിൻ്റെയും സൈൻ്റെയും കൂടെ വരുന്ന അതേ ആയിരിക്കും, അതേ എ തന്നെ ആയിരിക്കണം.
അതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. സോ ഇത് കാണുന്നതിന് പകരം, ഈ ഇൻ്റഗ്രൽ കാണുന്നതിന് പകരം നമുക്കറിയാം, ഇൻ്റഗ്രൽ കാണുന്നതിന് പകരം പ്രിൻസിപ്പൽ വാല്യൂ കണ്ടാലും മതി. നമ്മൾ മുമ്പ് ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. ഇനി ഈ പ്രിൻസിപ്പൽ വാല്യൂ ലെഫ്റ്റ് സൈഡിലുള്ള ആ പ്രിൻസിപ്പൽ വാല്യൂ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ കാണുന്നതിന് പകരം റൈറ്റ് സൈഡിലുള്ള ഇൻ്റഗ്രൽ -∞ to ∞ f(x) e⁻⁷dx കാണാം. എന്നിട്ട് അതിൻ്റെ റിയൽ പാർട്ട് എടുത്താൽ കോസ് ഉള്ളതും ഇമാജിനറി പാർട്ടാണെങ്കിൽ sin ax ഉള്ള ഇൻ്റഗ്രൽ നമുക്ക് കിട്ടും. ഇനി ഇങ്ങനെയുള്ള ഒരു ഫോം, ഇൻ്റഗ്രൽ -∞ to ∞ f(x) e⁻⁷dx, അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എങ്ങനെയാണ് കാണാം. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി we have a theorem, that is, let f of x equal to p of x by q of x, where p of x and q of x are real polynomials that have no factors in common. Degree of q of x exceeds that of p of x and q of x has no real zeros. Then principal value of integral -∞ to ∞ f of x e⁻⁷ dx equal to 2πi into sum of residues of f of z e⁻⁷z, where sum extends to all residues of f of z into e⁻⁷z at poles of f of z in the upper half plane. That is, ഈ ഒരു ഫോമിലുള്ള ഇൻ്റഗ്രൽ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എങ്ങനെ കാണും എന്നാണ് തിയറത്തിൽ പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് കാണേണ്ടത് ഇൻ്റഗ്രൽ -∞ to ∞ f of x e⁻⁷dx ആണ്. ഇത് കാണുന്നതിന് പകരം അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടാലും മതി. ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണുന്നതിന് നമുക്ക് കണ്ടീഷൻ ഉണ്ട്. f of xൻ്റെ ഫോം p of x by q of x ആണ്. രണ്ട് പോളിനോമിയലിൻ്റെ റേഷ്യോ ആണ്, റാഷണൽ ഫങ്ഷനാണ്. p of xനും q of xനും കോമൺ ഫാക്ടേഴ്സ് ഇല്ല, വെട്ടിക്കളയാനൊന്നും ഫാക്ടേഴ്സ് ഇല്ല. ഇനി ഡിഗ്രി ഓഫ് q of x, അതായത് ഡിഗ്രി ഓഫ് ദി ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ p of x. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രീനേക്കാളും കൂടുതലായിരിക്കണം ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി. കഴിഞ്ഞ ഒരു ടൈപ്പിൽ, സെക്കൻഡ് ടൈപ്പിൽ നമ്മൾ ആ ഡിഗ്രി അറ്റ്ലീസ്റ്റ് 2 ഗ്രേറ്റർ ദാൻ എന്നാണ് പറഞ്ഞിരുന്നത്. മിനിമം 2 കൂടുതലായിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ നമ്പർ പറയുന്നില്ല. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയേക്കാൾ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി കൂടുതലായാൽ മതി, പർട്ടിക്കുലർ നമ്പർ ആവശ്യമില്ല. ഇനി അടുത്ത കണ്ടീഷൻ q of xന്, അതായത് ഡിനോമിനേറ്ററിൽ വരുന്ന പോളിനോമിയലിന് റിയൽ റൂട്ട് ഉണ്ടാവാൻ പാടില്ല. q of x = 0 ആവുന്ന പോയിൻറ്റ്സ് ഒന്നും എന്താവാൻ പാടില്ല, റിയൽ നമ്പർ ആകാൻ പാടില്ല, റിയൽ റൂട്ട് ഉണ്ടാകാൻ പാടില്ല. ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ ഫോമിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ്റെ ഇൻ്റഗ്രൽ -∞ to ∞ f of x e⁻⁷dx ഫോമിലുള്ള ഒരു ഇൻ്റഗ്രലിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് we have, that is 2πi into sum of residues of ഈ ഫംഗ്ഷൻ f of x e⁻⁷ dx. f of x റെസിഡ്യൂ ആകുമ്പോൾ അത് സെറ്റിൻ്റെ ഫോമിൽ എഴുതിയിട്ടുണ്ട്. f of z e⁻⁷z. ഇതിൻ്റെ f of z e⁻⁷z എന്ന ഫംഗ്ഷൻ്റെ റെസിഡ്യൂ കാണാം, എന്നിട്ട് അതിനെ സമ്മ് കാണാം, ആ റെസിഡ്യൂസിൻ്റെ സമ്മ് കാണാം, ദെൻ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി എങ്ങനെയുള്ള റെസിഡ്യൂസിൻ്റെ സമ്മാണ് കാണേണ്ടത്? ദ സം എക്സ്റ്റെൻസ് ടു ആൾ റെസിഡ്യൂസ് ഓഫ് f of z e⁻⁷z അറ്റ് പോൾസ് ഓഫ് f of z ഇൻ ദ അപ്പർ ഹാഫ് പ്ലെയിൻ. ഇതിലെ f of zൻ്റെ പോൾസ് കാണാം. അപ്പർ ഹാഫ് പ്ലെയിൻ, എല്ലാ പോൾസും വേണ്ട, അപ്പർ ഹാഫ് പ്ലെയിനുള്ള പോൾസിലെ റെസിഡ്യൂസ് മാത്രം കാണാം. f of zൻ്റെ പോൾസാണ് കാണേണ്ടത്. f of z ഇൻറ്റു e⁻⁷zൻ്റെ പോൾസ് അല്ല. f of zൻ്റെ അപ്പർ ഹാഫ് പ്ലെയിനുള്ള പോൾസിൽ മാത്രം റെസിഡ്യൂ കാണാം, അവയുടെ സമ്മ് കാണാം, ദെൻ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഇൻ്റഗ്രൽ കിട്ടും. നമ്മുടെ തിയറത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ഇൻ്റഗ്രൽ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് f of x ഇൻറ്റു
കോസ് എ എക്സ് ഫോമിലാണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് കോസ് എ എക്സ് ആണെങ്കിൽ നമ്മളതിൻ്റെ റിയൽ പാർട്ട് കാണുക, സൈൻ ഉള്ളതാണെങ്കിൽ ഇമാജിനറി പാർട്ടും കാണാം. ദാറ്റ് ഈസ് ദി ആൻസർ. Now we have a problem. If a greater than 0 and b greater than 0, show that integral 0 to infinity cos ax divided by x square plus b square dx equal to pi by 2b into e raised to minus ab. സോ ഇവിടെ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ കോസ് എ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സോ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ആണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. സോ അതിനാദ്യം ലിമിറ്റ് മാറ്റിയിട്ട് എഴുതണം. ഇവിടെ കോസ് എ എക്സ് നമുക്കറിയാം ഈവൻ ഫംഗ്ഷനാണ്. എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും ഈവൻ ഫംഗ്ഷനാണ്. എക്സിന് -x കൊടുത്താലും അതേ ഫംഗ്ഷൻ തന്നെ കിട്ടും. അപ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് എ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് 1/2 ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് എ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡി എക്സ് എന്നെഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഇങ്ങനെയുള്ള ഇൻ്റഗ്രൽ കാണാൻ അവയുടെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടാലും മതി. ദാറ്റ്സ് ഈക്വൽ ടു 1/2 രണ്ടും സെയിം ആയിരിക്കും. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് എ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. സോ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇൻ്റഗ്രൽ നമുക്ക് കാണേണ്ടതാണ്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് എ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇത് കാണുന്നതിന് പകരം ഇനി ഇത് കണ്ടാൽ മതി. സോ ഇതിനൊന്ന് എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്നുള്ള ഫോമിൽ എഴുതാം. 1/2 ഇൻറ്റു പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1/x സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു കോസ് എ എക്സ് ഡി എക്സ്. അപ്പോൾ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം, അതായത് ഈ 1/2 പി വി ഒഴികെയുള്ള ബാക്കി ഈ ഇൻ്റഗ്രൽ മാത്രം എടുക്കുകയാണ്. ദിസ് ഇൻ്റഗ്രൽ ഈസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സം എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എ എക്സ് ഡി എക്സ് ഫോമിലാണ്. വേർ എ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്, ഇവിടെയും എയും സെയിം ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനാണ് 1/x സ്ക്വയർ പ്ലസ് b square, that is f of x equal to 1/x square plus b square. It is of the form p of x by q of x, where p of x equal to 1, q of x equal to x square plus b square. അപ്പോൾ ഡിഗ്രി ഓഫ് p of x കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ്, 0 ആണ്. ഡിഗ്രി ഓഫ് q of x 2 ആണ്. സോ q of xൻ്റെ ഡിഗ്രി പി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയേക്കാൾ കൂടുതലാണ്, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി കൂടുതലാണ്. ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഡിനോമിനേറ്ററിന് ക്യൂ ഓഫ് എക്സിന് റിയൽ റൂട്ട് ഉണ്ടാകാൻ പാടില്ല. അതായത് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 0 ആവുന്ന പോയിൻറ്റ്സ്. സോ എക്സ് സ്ക്വയർ ഈക്വൽ ടു -b സ്ക്വയർ, എക്സ് ഈക്വൽ ടു +or-ib. ഇത് റിയൽ റൂട്ടല്ല. സോ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. സോ നമ്മുടെ തിയറം പ്രകാരം നമുക്ക് ആ ഇൻ്റഗ്രൽ കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് പി വി ഓഫ് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് എ എക്സ് ഈ ഫോമിലാണല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ എഴുതിയിട്ടുണ്ട് റിയൽ പാർട്ട് ഓഫ് പി വി ഓഫ് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു ഐ എ എക്സ്. ഇവിടെ എ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ എ തന്നെ എഴുതുന്നത്. ഐ എ എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് പി വി ഓഫ് നമുക്ക് കാണേണ്ടത് ഇൻ്റർവൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് എ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു. ഇനി ഇത് കാണാൻ ഈ പി വി ഓഫ് ഇത് കാണാൻ നമുക്കറിയാം ഇക്വേഷൻ ഉണ്ട്. എന്താണ്? റിയൽ പാർട്ട് ഓഫ് അവിടെ ഉണ്ടാവും. റിയൽ പാർട്ട് ഓഫ് ഇത് കാണാനുള്ള ഇക്വേഷൻ തിയറം പ്രകാരം 2πi ഇൻറ്റു സം ഓഫ്
residues of f of z e raised to I a z at poles of f of z in the upper half plane. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എഫ് ഓഫ് സെഡിൻ്റെ പോൾസ് കണ്ടുപിടിക്കലാണ്. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1 എഫ് ഓഫ് എക്സ് 1/x സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ എഫ് ഓഫ് സെഡ് ഈസ് അനാലിറ്റിക് accept at denominator z square plus b square equal to 0. That is നമ്മൾ നേരത്തെ കണ്ടു z equal to plus or minus ib. അപ്പോൾ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് 0b ആണ്, ബി ഗ്രേറ്റർ ദാൻ 0 ആണ് തന്നിട്ടുണ്ട്. മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ 0 മൈനസ് ബി. ഇതിൽ അപ്പർ ഹാഫ് പ്ലെയിനിൽ ഉണ്ടാവുക 0b ആണ്, 0 മൈനസ് ബി ലോവർ ഹാഫ് പ്ലെയിനിലായിരിക്കും. അതുകൊണ്ട് z equal to ib is the only pole in the upper half plane. So അതിലെ റെസിഡ്യൂ മാത്രം കണ്ടാൽ മതി. ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് ഇ റൈസ് ടു ഐ എ സെഡിൻ്റെ റെസിഡ്യൂ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഐ എ സെഡിനെ മറക്കരുത്. എഫ് ഓഫ് സെഡ് ഇ റൈസ് ടു ഐ എ സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു ഐ ബി. സിമ്പിൾ പോളാണ്. സോ ഇക്വേഷൻ ലിമിറ്റ് z ടെൻസ് ടു ഐ ബി z മൈനസ് ഐ ബി ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എഫ് ഓഫ് സെഡ് മീൻസ് 1/z സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു ഐ എ സെഡ്. ദാറ്റ് ഈസ് ലിമിറ്റ് z ടെൻസ് ടു ഐ ബി z മൈനസ് ഐ ബി ഇൻറ്റു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1+z പ്ലസ് ഐ ബി ഇൻറ്റു z മൈനസ് ഐ ബി എന്ന് എഴുതാം. 2 റൂട്ടാണല്ലോ ഉള്ളത്. ഇൻറ്റു ഇ റൈസ് ടു ഐ എ സെഡ്. അപ്പോൾ ഒന്ന് ക്യാൻസൽ ചെയ്തു പോകും z മൈനസ് ഐ ബി. ദെൻ സെഡിന് ഐ ബി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് z ടെൻസ് ടു ഐ ബി അങ്ങനെ വരും. ഇ റൈസ് ടു ഐ എ സെഡ് ഡിവൈഡ് ബൈ z പ്ലസ് ഐ ബി. സോ വി ഗെറ്റ് ഇ റൈസ് ടു ഐ എ ഐ ബി divided by ib plus ib. That is e raised to minus ab divided by 2ib. This is residue. Therefore, PV of integral minus infinity to infinity cos ax divided by z square. x ലാണ്. അപ്പോൾ x square plus b square dx equal to നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. റിയൽ പാർട്ട് ഓഫ് പി വി അല്ലേ, റിയൽ പാർട്ട് ഓഫ് 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ആയിരുന്നു. അതിൽ ഈ റെസിഡ്യൂ മാത്രമാണ് നമ്മൾ കണ്ടത്. റിയൽ പാർട്ട് ഓഫ് 2πi ഇൻറ്റു റെസിഡ്യൂ എത്രയായിരുന്നു? സം ഓഫ് ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ് ഇ റൈസ് ടു ഐ എ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് 2πi ഇൻറ്റു റെസിഡ്യൂ നമ്മൾ കണ്ടത് ഇ റൈസ് ടു മൈനസ് എ ബി ഡിവൈഡ് ബൈ 2ib. ഇപ്പോൾ 2 and I are getting cancelled. So we get that's equal to real part of pi e raised to I ab divided by 2b. ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു റിയൽ നമ്പർ തന്നെയാണ്. പൈ റിയൽ ആണ്. ഇ റൈസ് ടു എ ബി മൈനസ് എ ബി എന്ന് പറഞ്ഞാൽ റിയൽ ആണ്. താഴെയുള്ള 2b ഒക്കെ റിയൽ ആണ്. സോ അത് തന്നെ വരും. പൈ ഇ റൈസ് ടു മൈനസ് എ ബി ഡിവൈഡ് ബൈ 2b ഉണ്ടാവില്ല, 2 ഗെറ്റ് ക്യാൻസൽ ബൈ ബി. ഓക്കെ, സോ ദിസ് ഈസ് ദി പ്രിൻസിപ്പൽ വാല്യൂ. ഇനി നമ്മുടെ ഇക്വേഷൻ നമുക്ക് കാണേണ്ടത് ഇൻ്റഗ്രൽ 0 to infinity cos ax ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡി എക്സ് ആണ്. ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. 1/2 ഇൻറ്റു പി വി ഓഫ് 1/2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് പി വി ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് എ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നായിരുന്നു ഡി എക്സ്. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ദിസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പൈ e raised to minus ab divided by b. That is pi by 2b e raised to minus ab എന്ന് കിട്ടും. That is the answer.
We have the next problem. Find the Cauchy principal value of the integral. Integral minus infinity to infinity x sin x divided by x square plus 2x plus 2 dx. So we have to find the Cauchy principal value of integral minus infinity to infinity x sin x divided by x square plus 2x plus 2 dx. This is equal to നമുക്കൊന്ന് മാറ്റി എഴുതിയാൽ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സം എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എ എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിലാണ് വേറെ എ ഈക്വൽ ടു 1 സൈൻ എക്സിൻ്റെ കൂടെയുള്ള എ 1 ആണ്. അപ്പോൾ ഈ ഫോമിലാണ് ഇത്. വേറെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 ആണ്. ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ ന്യൂമറേറ്റർ എക്സ് ആണ്. ഡിനോമിനേറ്റർ വരുന്നത് പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി 1 ആണ്, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി 2 ആണ്. സോ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അതുപോലെ ഇനി നമുക്ക് നോക്കേണ്ട മറ്റൊരു കാര്യം ഡിനോമിനേറ്ററിന് റിയൽ റൂട്ട്സ് ഉണ്ടോ എന്നാണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അപ്ലൈ ചെയ്താൽ എങ്ങനെ കിട്ടും? സോ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 4 ദാറ്റ് ഈസ് 2i ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് മൈനസ് 1 പ്ലസ് ഓർ മൈനസ് i. അപ്പോൾ മൈനസ് 1 പ്ലസ് ഐയും മൈനസ് 1 മൈനസ് ഐയും ആണ്. രണ്ടും കോംപ്ലക്സ് റൂട്ട്സ് ആണ്, റിയൽ റൂട്ട്സ് ഇല്ല. സോ ഡിനോമിനേറ്റർ ഹാസ് നോ റിയൽ സീറോസ് ഓർ റൂട്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോമിലുള്ള ഇൻ്റഗ്രലിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ നമുക്കറിയാം. നമുക്ക് റിസൾട്ട് ഉണ്ട്. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ എ എക്സ് ഡി എക്സ് ഈക്വൽ ടു സൈൻ ആണ് കൂടെ ഉള്ളത്. അപ്പോൾ ഇമാജിനറി പാർട്ടാണ്. ഇമാജിനറി പാർട്ട് ഓഫ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു ഐ എ എക്സ് ഡി എക്സ് ഇതാണ് കാണേണ്ടത്. ഇനി നമുക്ക് ഈ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു ഐ എ എക്സ് ഡി എക്സ് കാണാനുള്ള റിസൾട്ട് നമുക്കറിയാം. അത് 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ് ഇ റേസ് ടു ഐ എ സെഡ് ആണ്. വേർ റെസിഡ്യൂ ടേക്കൺ എഫ് ഓഫ് സെഡിൻ്റെ അപ്പർ ഹാഫ് ലൈനിലുള്ള പോൾസിലെ റെസിഡ്യൂ മാത്രം ആണ് കാണുന്നത്. അതിൻ്റെ സമ്മ് കാണാം. ദെൻ എഫ് ഓഫ് സെഡിൻ്റെ അപ്പർ ഹാഫിലുള്ള പോൾസിലെ റെസിഡ്യൂ കാണാം. ദെൻ സമ്മ് കണ്ട് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്കുള്ള റിസൾട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സൈൻ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 ഈക്വൽ ടു എന്തായിരുന്നു? ഇമാജിനറി പാർട്ട് ഓഫ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു ഐ എക്സ് ഡി എക്സ് ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. സോ അത് എഴുതാം. ഇമാജിനറി പാർട്ട് ഓഫ് 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ് ഇ റേസ് ടു ഐ സെഡ്. ഐ എ സെഡ് എന്നാണ് ഇവിടുത്തെ എ 1 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഐ സെഡ് എഴുതിയത്. ഓക്കെ, എ ഈക്വൽ ടു 1 ആയതുകൊണ്ട്. സോ അപ്പോൾ ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ എഫ് ഓഫ് സെഡ് എഴുതാം. എഫ് ഓഫ് എക്സ് നമുക്കറിയാം. സോ എഫ് ഓഫ് സെഡ് എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ സെഡ്. വി ഗെറ്റ് സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 2z പ്ലസ് 2. അതിനെ നമുക്കറിയാം ഇതിൻ്റെ റൂട്ട് -1 പ്ലസ് ഐയും -1 മൈനസ് ഐയും ആണ്. അപ്പോൾ സെഡ് ബൈ സെഡ് മൈനസ് -1 പ്ലസ് ഐ ആൻഡ് ഇൻറ്റു സെഡ് മൈനസ് -1 മൈനസ് ഐ ഇങ്ങനെ എഴുതാം ഇതിനെ. അപ്പോൾ രണ്ട് പോൾസ് ആണുള്ളത്, -1 പ്ലസ് ഐയും -1 മൈനസ് ഐയും. അതിൽ -1 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് -1 1 എഴുതാം. -1 മൈനസ് ഐനെ നമുക്ക് -1 -1 എഴുതാം. ഇതിൽ -1 1 ആണ് അപ്പർ ഹാഫ് ലൈനിൽ ഉണ്ടാവുക. വരച്ചു കഴിഞ്ഞാൽ -1 1 ഇവിടെ വരും,
-1 1 -1 -1 എന്ന് പറഞ്ഞാൽ -1 -1 ഇവിടെ വരും. അതായത് ഈ പോയിന്റ് ലോവർ ഹാഫ് പ്ലെയിനിലാണ്. -1 1 അതായത് -1 + i ആണ് അപ്പർ ഹാഫ് പ്ലെയിനിലുള്ളത്. അപ്പോൾ ആ റെസിഡ്യൂ മാത്രം കണ്ടാൽ മതി. അപ്പോൾ അത് സിമ്പിൾ പോളാണ്, ഒന്നേ ഉള്ളൂ പവർ. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. റെസിഡ്യൂ ഓഫ് f of z e⁻iz a1 ആണ്. ഓക്കെ, അപ്പോൾ e⁻iz at z = -1 + i equal to limit z tends to -1 + i z minus -1 + i into f of z എന്ന് പറഞ്ഞാൽ z minus -1 + i into z minus -1 - i into ഒരു e⁻iz e⁻iz കൂടെ ഉണ്ടാവും. സോ ഇതിൽ നിന്നും നമുക്ക് ഈ ടേം ക്യാൻസൽ ചെയ്തു പോവും. ബാക്കി ഉണ്ടാവുക ലിമിറ്റ് z tends to -1 + i z e⁻iz divided by z minus -1 - i. ഇനി z-ൻ്റെ സ്ഥാനത്ത് -1 + i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് -1 + i into e⁻i into -1 + i divided by z minus എന്നാണ്. ദാറ്റ് ഈസ് -1 + i minus -1 - i ആണ്. -1 - i. So we get -1 + i into e⁻i into -1 + i divided by ഇവിടെ -1 + i +1 + i. -1 -1 cancel. So we get -1 + i into e⁻i into -1 + i divided by i + i 2i എന്ന് വരും. 2i. നമ്മുടെ ഇക്വേഷൻ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇന്റഗ്രൽ -∞ to ∞ x sin x dx divided by x² + 2x + 2 equal to imaginary part of 2πi into sum of residues. റെസിഡ്യൂ പറഞ്ഞാൽ ഇതാണ് -1 + i e⁻i into -1 + i divided by 2i. So that's equal to imaginary part of ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകണ്ടാവും. 2i ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ പൈ ഇൻറ്റു -1 + i e⁻i into -1 + i divided by 2i cancel ചെയ്തു പോയി. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് പൈ ഇൻറ്റു -1 + i e⁻, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ -i ഇൻറ്റു i സ്ക്വയർ -1 ആണ്, -i -1 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് പൈ ഇൻറ്റു -1 + i ഇൻറ്റു ഇതിനെ നമുക്ക് e⁻1 ഇൻറ്റു e⁻i എന്ന് എഴുതാം, സ്പ്ലിറ്റ് ചെയ്തിട്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് പൈ ഇൻറ്റു -1 + i e⁻1 ഇൻറ്റു ഇവിടെ e⁻i ഉണ്ട്, അതിനെ ഓയിലേഴ്സ് ഇക്വേഷൻ ഉപയോഗിച്ച് e⁻i⁻θ എന്ന് പറഞ്ഞാൽ cos θ + i sin θ ആണ്. സോ e⁻i എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു cos -1 + i sin -1 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് -π + i⁻ ഇൻറ്റു e⁻1 cos -θ cos θ ആണ്, ആൻഡ് sin -θ sin θ. So that's equal to imaginary part of -π e⁻1 plus i⁻ e⁻1 into cos 1 minus i sin 1 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ i വരുന്ന ടേമുകൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മൾട്ടിപ്ലൈ ചെയ്ത ടേം ഉണ്ടാവും. ദാറ്റ് ഈസ് -π e⁻1
സോറി, ഇവിടെ മൈനസ്, ഇവിടെയും മൈനസ് ഉണ്ട്. സോ മൈനസ് മൈനസ് പ്ലസ് ആവും. സോ പൈ ഇ റൈസ് ടു മൈനസ് 1 സൈൻ 1. ദെൻ അടുത്തത് ഈ ടേമാണ് വരിക. പ്ലസ് പൈ ഇ റൈസ് ടു മൈനസ് 1 കോസ് 1 എന്ന് വരും. സോ ഇതാണ് ഇമാജിനറി പാർട്ട് വരിക. സോ ഇ റൈസ് ടു മൈനസ് 1നെ നമുക്ക് 1/e എന്ന് എഴുതാം. പൈ ബൈ ഇ കോസ് 1 പ്ലസ് സൈൻ 1. ദാറ്റ് ഈസ് ദി ആൻസർ. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സൈൻ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 ഈക്വൽ ടു പൈ ബൈ ഇ ഇൻറ്റു കോസ് 1 പ്ലസ് സൈൻ 1 എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് ആ റിസൾട്ടാണ്. ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ എ എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് കോസ് എ എക്സ് ഫോമിൽ വന്നാൽ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ് ഇ റൈസ് ടു ഐ എ സെഡ് കാണാം. എന്നിട്ട് കോസ് ആണെങ്കിൽ റിയൽ പാർട്ട്, അതിൻ്റെ റിയൽ പാർട്ട് കാണാം. സൈൻ ആണെങ്കിൽ അതിൻ്റെ ഇമാജിനറി പാർട്ട് കാണാം. ഇതാണ് നമ്മൾ ചെയ്തത്. Now next we have a result. Let f of x equal to p of x by q of x, where p of x and q of x are polynomials with real coefficients, no factors in common. Degree of q of x is at least 2 more than the degree of p of x, and q of x has only symbol zeros on the real axis. Then principal value of integral minus infinity to infinity f of x dx equal to 2πi into summation of r1 plus pi I into summation of r2 plus, where summation of r1 plus denotes the sum of residues of f of z at its poles on the upper half plane, and summation of r2 plus denotes the sum of the residues f of z at its symbol poles on the real axis. That is ഈ റിസൾട്ട് പറയുന്നത് എഫ് ഓഫ് സെഡ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ഫോമിലുള്ള ഒരു റാഷണൽ ഫങ്ഷനാണ്. പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും പോളിനോമിയൽസ് ആണ്, കോമൺ ഫാക്ടേഴ്സ് ഇല്ല. ദെൻ ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ്, അതായത് ഡിഗ്രി ഓഫ് ദി ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് ദി ന്യൂമറേറ്റർ ബൈ അറ്റ്ലീസ്റ്റ് 2, മിനിമം 2 കൂടുതലായിരിക്കണം. ആൻഡ് ക്യൂ ഓഫ് എക്സ്, ഇതുവരെയുള്ള റിസൾട്ടിലെല്ലാം നമ്മൾ പറയുന്നത് ഡിനോമിനേറ്ററിന് റിയൽ റൂട്ട്സ് ഇല്ല എന്നാണ്. പക്ഷേ ഇവിടെയുള്ള വ്യത്യാസം, ഇവിടെ ഡിനോമിനേറ്ററായ ക്യൂ ഓഫ് എക്സിന് റിയൽ സീറോസ് ഉണ്ട്, അത് സിമ്പിൾ സീറോസ് ആണ്, അതായത് ഓർഡർ 1 ആയിട്ടുള്ള സീറോസ് ആണ് റിയൽ ആക്സിസിലുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 2πi ഇൻറ്റു സം ഓഫ് r1 പ്ലസ് പൈ ഐ ഇൻറ്റു സമ്മേഷൻ ഓഫ് r2 പ്ലസ്. ഇവിടെ r1 പ്ലസും r2 പ്ലസും എന്ന് പറയുന്നത്, r1 പ്ലസ് എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡിൻ്റെ അപ്പർ ഹാഫ് പ്ലെയിനിലുള്ള പോൾസിലെ റെസിഡ്യൂസ്, ദി റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് ഇറ്റ്സ് പോൾസ് ഓൺ ദി അപ്പർ ഹാഫ് പ്ലെയിൻ. r2 പ്ലസ് എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡിൻ്റെ റിയൽ ആക്സിസിലുള്ള സിമ്പിൾ സീറോസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇവിടെ സിമ്പിൾ സീറോസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എഫ് ഓഫ് ക്യൂ ഓഫ് എക്സ് ഡിനോമിനേറ്ററിൻ്റെ സിമ്പിൾ സീറോസ് എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് സെഡിൻ്റെ സിമ്പിൾ പോൾസ് ആയിരിക്കും. സോ എഫ് ഓഫ് സെഡിൻ്റെ സിമ്പിൾ പോൾസ് ഓൺ ദി റിയൽ ആക്സിസിലുള്ള റെസിഡ്യൂ. അപ്പോൾ r1 പ്ലസ് എന്ന് പറയുന്നാൽ അപ്പർ ഹാഫ് പ്ലെയിനിലുള്ള റെസിഡ്യൂ, പോൾസിൻ്റെ റെസിഡ്യൂ. r2 പ്ലസ് എന്ന് പറഞ്ഞാൽ റിയൽ ആക്സിസിലുള്ള പോൾസിൻ്റെ റെസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ. ദെൻ അത് ആഡ് ചെയ്യുക, ദെൻ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമുക്ക് കാണാനുള്ള റിസൾട്ട്. അതായത് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ചെയ്തത് അതിന്
ഡിനോമിനേറ്ററിന് എഫ് ഓഫ് സെഡിൻ്റെ ഡിനോമിനേറ്ററിന് റിയൽ റൂട്ട്സ് ഇല്ല എന്നുള്ളതാണ്. റിയൽ റൂട്ട്സ് വരുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട റിസൾട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദെൻ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2. അപ്പോൾ നമുക്ക് ഇത് ഈ ഫോമിലാണ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സം എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. അപ്പോൾ ഇതാണ് പി ഓഫ് എക്സ് 1 ആണ്. അതുപോലെ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ്, 0 ആണ്. ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ആണ്. സോ 3 അറ്റ്ലീസ്റ്റ് 2 ഗ്രേറ്റർ ദാൻ ആവണമെന്നാണ്. ഇവിടെ 3 ഗ്രേറ്റർ ദാൻ ആണ്. സോ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഡിനോമിനേറ്ററിന് ക്യൂ ഓഫ് എക്സിന് സിമ്പിൾ റിയൽ ആക്സിസിൽ സീറോസ് ഉണ്ടോ നോക്കണം. അപ്പോൾ ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0, ദറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 0, ദറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അതുപോലെ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആയി √2 എന്ന് കിട്ടും. സോ ഇത് കോംപ്ലക്സ് ആണ്, ഇത് റിയൽ റൂട്ടാണ് എക്സ് ഈക്വൽ ടു -1. സോ എക്സ് ഈക്വൽ ടു -1 റിയൽ റൂട്ടാണ്, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആയി √2 കോംപ്ലക്സ് റൂട്ട്സ് ആണ്. അപ്പോൾ റിയൽ റൂട്ട് ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡ് ഒന്ന് എഴുതി വെക്കാം. സെഡിൻ്റെ ടേമിൽ 1 ബൈ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 2. അപ്പോൾ അതിൻ്റെ പോൾസ് എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു -1ഉം സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആയി √2 ആണ്. ഇതിൽ -1 റിയൽ ആക്സിസിലാണ്, പ്ലസ് ആയി √2 അപ്പർ ഹാഫ് ലൈനിലാണ്, മൈനസ് ആയി √2 ലോവർ ഹാഫ് ലൈനിലാണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു -1ലെ റെസിഡ്യൂ കാണണം, അപ്പർ ഹാഫ് ലൈനിലുള്ള ആയി √2ലെ റെസിഡ്യൂ കണ്ടാൽ മതി. ഇനി ഈ സെഡ് ഈക്വൽ ടു -1 എന്ന് പറയുന്നത് സിമ്പിൾ 0 ആണ്, കാരണം സെഡ് പ്ലസ് 1 ഓൾ റൈസ് ടു 1 ആണ് പവർ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 2πi ഇൻറ്റു സമ്മേഷൻ ഓഫ് R1 പ്ലസ് സമ്മേഷൻ ഓഫ് R2 പ്ലസ് πi ഇൻറ്റു സമ്മേഷൻ ഓഫ് R2 പ്ലസ് എന്നതാണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് 2πi ഇൻറ്റു സമ്മേഷൻ ഓഫ് ഒരു പോളേ ഉള്ളൂ അല്ലേ, i√2 ആണ് അപ്പർ ഹാഫ് ലൈനിൽ. അപ്പം റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു i√2 പ്ലസ് πi ഇൻറ്റു റിയൽ റൂട്ട് -1ലാണ്, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു -1. അപ്പോൾ ഇത് രണ്ടും കാണണം. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു i√2 സിമ്പിൾ പോളാണ്. സോ ലിമിറ്റ് സെഡ് ടെൻസ് ടു i√2 സെഡ് മൈനസ് i√2 ഇൻറ്റു എഫ് ഓഫ് സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 ബൈ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് i√2 ഇൻറ്റു സെഡ് മൈനസ് i√2, അതായത് സെഡ് പ്ലസ് i√2. അപ്പോൾ സെഡ് മൈനസ് i√2 ക്യാൻസൽ ചെയ്തു പോകും. ലിമിറ്റ് സെഡ് ടെൻസ് ടു i√2 1 ബൈ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് പ്ലസ് i√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ i√2 പ്ലസ് 1 ഇൻറ്റു i√2 പ്ലസ് i√2 എന്ന് പറഞ്ഞാൽ 2i√2 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് -4 i ഇൻറ്റു i സ്ക്വയർ -1 ആണ്. അതുപോലെ 2 ഇൻറ്റു √2 ഇൻറ്റു √2 2 ആണ്, 2 ഇൻറ്റു 2 4, ദറ്റ് ഈസ് -4 പ്ലസ് 2i√2 എന്ന് കിട്ടും. ഫസ്റ്റ് വൺ റെസിഡ്യൂ. ഇനി സെക്കൻഡ് റെസിഡ്യൂ നമ്മൾ കാണുന്നത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു -1ലാണ്. അവിടെയും സിമ്പിൾ പോളാണ്, സെഡ് ടെൻസ് ടു -1, സെഡ് -1 ഇൻറ്റു എഫ് ഓഫ് സെഡ്, ദറ്റ് ഈസ് 1 ബൈ സെഡ് പ്ലസ് 1 ഇൻറ്റു
z square plus 2. അപ്പോൾ z plus 1 ക്യാൻസൽ ചെയ്ത് പോയി. z-ന് -1 കൊടുത്താൽ 1 by -1 square plus 2. That is 1 by 3 എന്ന് കിട്ടും. Therefore, our equation, principal value of integral minus infinity to infinity dx by x plus 1 into x square plus 2 equal to 2 pi I into ആദ്യത്തെ റെസിഡ്യൂ ഇതാണ് 1 by -4 plus 2i root 2 plus pi I into രണ്ടാമത്തെ റെസിഡ്യൂ 1 by 3. By simplifying we get denominator 2 outside എടുക്കാം. 2 pi I divided by 2 into -2 plus I root 2 plus pi I by 3. That is 2 and 2 cancelled. Pi I by -2 plus I root 2 plus pi I by 3 എന്ന് കിട്ടും. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ, അതായത് ഇവിടെയുള്ള ഡിനോമിനേറ്ററിലെ -2 പ്ലസ് I root 2ൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. That is pi I into -2 minus I root 2 divided by -2 plus I root 2 into -2 minus I root 2 plus pi I divided by 3. So we get pi I into -2 minus I root 2 divided by ഇവിടെ a square a plus b into a minus b formula ആണ്. So a square minus b square we get -2 square minus I root 2 square plus pi I divided by 3. So that's equal to pi I into -2 minus I root 2 divided by 6 എന്ന് കിട്ടും plus pi I by 3. That's equal to 6, taking 6 as LCM we get pi I into -2 minus I root 2 plus 2 pi I. That's equal to -2 pi I. This is plus I square minus വരും, ഇവിടെ already ഒരു മൈനസ് ഉണ്ട്, plus root 2 pi plus 2 pi I divided by 6. So 2 pi I and -2 pi I cancelled, so we get pi root 2 by 6, that is pi root 2 into 2 into 3. That's equal to pi by 3 root 2. So that is the answer. Thank you.